ഹലോ, ഇന്ന് നമുക്ക് കപ്പയും ചോറും മീൻകറിയും എല്ലാം വെച്ച് ഒരു ഉച്ചയൂണായാലും. ഇന്ന് മലയാളക്കടയിൽ പോയപ്പോൾ ശകലം കപ്പയൊക്കെ കിട്ടി. അപ്പം വിചാരിച്ച് കപ്പയൊക്കെ വേവിച്ച് മീനൊക്കെ വറുത്ത് ഒക്കെ നാട്ടിലെ ഊണിൻ്റെ കൂട്ടൽ ഊണ് കഴിക്കാമെന്നും. മലയാളക്കടയിൽ വല്ലപ്പോഴും ഒക്കെയാണ് കപ്പ വരാറുള്ളത്. അപ്പോൾ പോയി കപ്പയൊക്കെ മേടിച്ചിട്ട് നിന്നു. പിന്നെ നമ്മുടെ നാട്ടിലെ നല്ല മങ്കട മീനും അയിലയും ഒക്കെ കിട്ടി. അപ്പം മങ്കട കറിയും വെച്ച് അയില വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീൻകറി നമ്മൾ ഉണ്ടാക്കി. എന്നിട്ട് നമുക്ക് അയില മീനൊന്ന് വറക്കാനായിട്ട് ഉപ്പും കുരുമുളകും മുളക് പൊടിയെല്ലാം ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് പുരട്ടി വെച്ചു. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കപ്പ സ്പെഷ്യൽ വല്ലപ്പോഴും മാത്രം മലയാളക്കടയിൽ കാണാൻ പറ്റുന്ന ഒരു വിഭവമാണ് നമ്മുടെ കപ്പ. അപ്പം കപ്പ അരിഞ്ഞൊക്കെ വെച്ചു. പിന്നെ മീൻകറിയൊക്കെ ഒന്ന് തിളച്ച് പറ്റി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് മീൻ വറക്കാനിടാം. എന്നിട്ട് മീൻകറി മാത്രമായ ഒരു രസമല്ലല്ലോ. അപ്പം നമുക്ക് അല്പം മോരുകറിയും കൂടെ ഉണ്ടാക്കാം. മോരുകറിക്ക് കടുവൊക്കെ വറുത്ത് മോരൊക്കെ ഒഴിച്ച് മോരൊന്ന് കാച്ചിയെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് തേങ്ങയൊക്കെ ചതച്ച് ഇട്ട് അത് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് പറ്റിക്കാനായിട്ട് അടുപ്പത്ത് വെക്കാം. അതിന് ശേഷം അപ്പം നമ്മുടെ കപ്പ റെഡിയായി. ചോറും മീൻകറിയും മീൻ വറുത്തതും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ആദ്യം നമുക്ക് ചോറ് വിളമ്പി പിന്നെ നമ്മുടെ സ്പെഷ്യൽ കപ്പയും എടുത്ത് പിന്നെന്താ നമ്മുടെ സ്പെഷ്യൽ ഒഴിച്ചു കൂട്ടാനുള്ള മോരുകറിയും ഒഴിച്ചു കൊടുക്കാം. കപ്പയുടെ മണ്ടയ്ക്കൊക്കെ ഒഴിച്ച് മോരുകറിയും മീൻചാറും ഒക്കെ അങ്ങോട്ട് ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. ഞങ്ങൾക്കിവിടെ വല്ലപ്പോഴും മാത്രമേ ഇതൊക്കെ ഇങ്ങനെ വിഭവങ്ങളൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റത്തുള്ളേ. അപ്പോൾ നമുക്കൊരു മീൻ വറുത്തതും വെക്കാം. പിന്നെ നമ്മുടെ മീൻകറി നല്ല മങ്കട കറി വെച്ചതാണ്. അതും കൂടെ കൂട്ടി ഇന്നത്തെ ഉച്ചക്കലത്തെ ഊണ് വിശാലായിരുന്നു. ഇനി എല്ലാവർക്കും ഇഷ്ടമുള്ള വിഭവമല്ലേ ഇതൊക്കെ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഉച്ചക്കലത്തെ ലഞ്ച്